വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനും കായംകുളം MLA U പ്രതിഭയ്ക്കുമെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി R ശ്രീലേഖ. പ്രശാന്തിനെതിരെ അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ബൈ ബിക്കോസ് ബി ഗ്രേഡ് എന്ന പേരിൽ കോടികൾ തട്ടിയെടുത്ത കേസിലാണ് അന്വേഷണം. U പ്രതിഭയുടെ അഴിമതികൾ മൂടിവെക്കാൻ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർബന്ധിച്ചു. താൻ വിജിലൻസ് ADGP ആയിരുന്ന സമയത്താണ് സംഭവമെന്നും ശ്രീലേഖ വെളിപ്പെടുത്തി. നിങ്ങൾക്കറിയോ ഈ MLA-ക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഈ MLA-ക്കെതിരെ ഒരു ഒന്നല്ല 2-3 വിജിലൻസ് അന്വേഷണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തടിമാടന്മാരെ വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ള വൈ ബിക്കോസ് എന്നുള്ള ഒരു യുവാക്കളുടെ ബ്രിഗേഡ്. അവരെ കൊണ്ട് കുറെ അധികം പണികൾ ചെയ്യിച്ച് അതിന്റെ കാശ് അടിച്ചു മാറ്റിയ ഒരു ഫയല് വിജിലൻസിൽ ഇരിപ്പുണ്ട്. അതിന്റെ അന്വേഷണം ഒന്നും ഒരിടത്തും നടക്കില്ല എന്നുള്ളത് അറിയാം. കാരണം ഇപ്പൊ ഭരിക്കുന്നത് അവരുടെ ആൾക്കാരാണ്. ഈ MLA-ക്കെതിരെ ഒന്നല്ല 1000 അഴിമതി കഥകൾ പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ്. പണ്ട് ഞാൻ വിജിലൻസിലെ ADGP ആയിട്ടിരിക്കുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നടന്നു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. അദ്ദേഹം എന്നോട് ഒരു ദിവസം, ഞാൻ ADGP, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു ഫയല് വന്നിട്ടുണ്ട്. അത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതിയുടെ ഫയലാണ്. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭ ഹരി എന്നാണ് അവരുടെ പേര്. അതിപ്പോൾ MLA ആണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതി കഥ ഞാൻ വിചാരിച്ചു നമ്മളത് കാര്യക്ഷമമായിട്ട് അന്വേഷിച്ച. കാരണം പ്രതിഭ ഹരി എന്ന് പറയുന്നത് CPM ആണല്ലോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് അല്ലേ. അപ്പൊ അത് കാര്യക്ഷമമായിട്ട് അന്വേഷിച്ച് തെളിയിക്കണമെന്ന് പറയാനായിരിക്കും അദ്ദേഹം പോകുന്നതെന്ന് വെച്ചപ്പോൾ അതങ്ങ് നമുക്ക് എഴുതി തള്ളണം കേട്ടോ. ഞാൻ ചോദിച്ചു, എന്തിനാ സാറേ എഴുതി തള്ളുന്നത്? അത് പ്രതിപക്ഷമല്ലേ, എതിർ പാർട്ടിയല്ലേ? അല്ല, അത് അങ്ങനെയാണ്, അത് വേണ്ട, അത് എഴുതി തള്ളണം, നമുക്കത് ക്ലോസ് ചെയ്തങ്ങ് വിട്ടേക്കണം. അവർ പാവം, അവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നമുക്കങ്ങനെ ഒരാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതൊന്നല്ല, പല വട്ടം ഞാൻ അതിനുശേഷം കണ്ടു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. MLA-മാരായ പ്രശാന്തും പ്രതിഭയും ഇതിനെതിരെ എന്തെങ്കിലും ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടോ? കൃഷ്ണപ്രിയ, സംസ്ഥാനത്തെ 2 MLA-മാർക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുൻ IPS ഓഫീസർ കൂടിയായിട്ടുള്ള R ശ്രീലേഖ നടത്തിയിരിക്കുന്നത്. അതായത് അഴിമതികളുമായി ബന്ധപ്പെട്ടാണ് ഇവർ 2 പേർക്കുമെതിരെ വെളിപ്പെടുത്തൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 2 പേരും MLA-മാരാണ്, CPM നേതാക്കളാണ്. അതിൽ വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്തിനെതിരെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ശ്രീലേഖ നടത്തിയിരിക്കുന്നത്. അതായത് സ്വന്തം പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് ബൈ ബിക്കോസ് എന്ന പേരിൽ ഒരു യൂത്ത് ബ്രിഗേഡ് രൂപീകരിക്കുകയും ആ യൂത്ത് ബ്രിഗേഡ് രൂപീകരിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം നടത്തുന്നതിന് വേണ്ടി കോടികൾ തട്ടിയെടുത്തു എന്നതാണ് കേസ്. ആ കേസിലാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം നേരിടുന്നത്. എന്നാൽ വിജിലൻസ് അന്വേഷണം നേരിട്ടതിന് ശേഷം തുടർന്ന് നടപടികളൊന്നും ഉണ്ടായില്ല, അത് പൂഴ്ത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി എന്നതടക്കമുള്ളതാണ് ശ്രീലേഖയുടെ വെളിപ്പെടുത്തലായി വരുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ UDF കോൺഗ്രസ് CPM ബന്ധം അല്ലെങ്കിൽ LDF UDF ബന്ധം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സർവ്വസാധാരണമായി ആരോപിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ വ്യക്തത പല കാര്യങ്ങളിലും ഇവർ തമ്മിലുള്ള ബാന്ധവമുണ്ട് എന്നതിനടക്കമുള്ള തെളിവുകളടക്കം നേരത്തെ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരത്തിൽ ഈ LDF-ഉം UDF-ഉം തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട്, കോൺഗ്രസും CPM-ഉം തമ്മിൽ ധാരണ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ കൂടി തെളിവുകളാണ് ഇപ്പോൾ ശ്രീലേഖ തന്നെ വ്യക്തമാക്കുന്നത്. അത് പ്രതിഭ MLA-യുമായി ബന്ധപ്പെട്ടാണ്. അന്ന് അവർ അറിയപ്പെട്ടിരുന്നത് പ്രതിഭ ഹരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് നടത്തിയ അഴിമതികളുമായി ബന്ധപ്പെട്ടാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അതായത് നിരവധി പേർ ഈ പ്രതിഭയ്ക്കെതിരെ അന്ന് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നിരവധി പരാതികൾ അന്ന് വിജിലൻസിൻ്റെ ADGP ആയിരിക്കുന്ന കാലത്ത് R ശ്രീലേഖയുടെ പക്കൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം മൂടിവെക്കാൻ അന്നത്തെ കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് ശ്രീലേഖ വെളിപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് പരാതികളുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തുടക്കത്തിലെ തെളിവുകൾ പരിശോധിക്കുമ്പോൾ തന്നെ പ്രതിഭയ്ക്കെതിരായിട്ട് തെളിവുകളുണ്ടായിരുന്നു. ആ പരാതിയിൽ കാര്യമായ അഴിമതി നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണത്തിനാണ് തന്നെ വിളിച്ചതെന്നാണ് താൻ കരുതിയത്. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിപ്പിക്കുകയും അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിപ്പിച്ചതിന് ശേഷം തുടർന്ന് അന്വേഷണം വേണ്ട, പ്രതിഭയ്ക്കെതിരെയുള്ള അന്വേഷണം വേണ്ട, അതുമായി ബന്ധപ്പെട്ട ഫയലുകളുടെ ഒരു മൂവ്മെൻറ്റ് നടത്തേണ്ട എന്ന് തന്നോട് പറയുകയും ചെയ്തു. ഒരു
തവണയല്ല പലതവണ ഇത്തരത്തിൽ ഈ പ്രതിഭയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ അതിനെ നീക്കം ചെയ്യുന്നതിന് തടസ്സം നിന്നു എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിനെതിരെ ന്യായീകരണവുമായി MLA മാർ രംഗത്ത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.